പൂർണ്ണമായും ബിയറിഷ് ട്രെൻഡിലേക്ക് കടക്കുകയും 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് 1.17% ഉയർന്ന് 30 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.11. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് ടൂറിസം, ട്രാവൽ, ഹോട്ടൽ ബുക്കിങ്ങിന് ആവശ്യമായ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ട് തികച്ചും നിരാശാജനകമാണ്. കമ്പനിയുടെ പ്രോഫിറ്റിൽ 45% ഇടിവ് വന്നു. 47 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 25.8 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 141 കോടിയിൽ നിന്നും 144 കോടിയായി ഉയർന്നിട്ടുണ്ട്. എബിറ്റ 42% ഇടിഞ്ഞ് 64 കോടിയിൽ നിന്നും 37 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 45.6% നിന്നും 25.5% ഇടിഞ്ഞു. അതേസമയം കമ്പനിയുടെ ഗ്രോസ് ബുക്കിംഗ് റവന്യൂ ഓക്കെ ആണ് എന്നതാണ് ആകെയുള്ള ഒരു ആശ്വാസകരമായ അപ്ഡേറ്റ്. ഹോട്ടൽ സെഗ്മെൻറ്റ് വഴിയുള്ള ഗ്രോസ് ബുക്കിംഗ് റവന്യൂ 178% വർദ്ധിച്ച് 241 കോടിയായി മാറി. ട്രെയിൻ, ബസ്, ട്രാവലിംഗ് സെഗ്മെൻറ്റിലെ ഗ്രോസ് ബുക്കിംഗ് റവന്യൂ 19.4% വർദ്ധിച്ച് 40 കോടിയായി മാറി. കമ്പനിയുടെ ദുബായിലെ ഓപ്പറേഷൻ വഴിയുള്ള ഗ്രോസ് ബുക്കിംഗ് റവന്യൂ 371% വർദ്ധിച്ച് 172 കോടിയായി മാറുകയും ചെയ്തു. കമ്പനി ഈസി ഗ്രീൻ മൊബിലിറ്റി എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ആരംഭിക്കുകയും ഇലക്ട്രിക് ബസ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. 2024-2030 ഈസി ഗ്രീൻ മൊബിലിറ്റി 24% ഗ്രോത്ത് കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ട് തികച്ചും നിരാശാജനകമാണ്. അതേസമയം ഗ്രോസ് ബുക്കിംഗ് റവന്യൂ ഓക്കെയാണ്. ഗ്രോസ് ബുക്കിംഗ് റവന്യൂ മാത്രമാണ് ക്വാർട്ടർലി റിസൾട്ടിലെ ഒരു പോസിറ്റീവ് ഹൈലൈറ്റ്. സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 28 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും 52 വീക്ക് ലോയുമാണ്. 28 സപ്പോർട്ട് നഷ്ടമായാൽ 25, 23 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഇതിനകം 2 പ്രാവശ്യം ബോണസ് നൽകിയ ഒരു സ്റ്റോക്കാണ്. തുടക്കത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും പിന്നീട് 70 രൂപയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് കറക്ഷൻ ഫേസിലേക്ക് നീങ്ങുകയും ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 50% ഡിസ്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം 3.7% ഉയർന്ന് 378 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 94. ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അല്ലെങ്കിൽ മാമ എർത്ത് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും നിരാശാജനകമാണ്. നെറ്റ് പ്രോഫിറ്റ് 29 കോടിയിൽ നിന്നും 18 കോടിയിലേക്ക് ഇടിയുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 496 കോടിയിൽ നിന്നും 461 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമായതിനെ തുടർന്ന് കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഓപ്പറേഷണലിലും സ്ട്രക്ചറലിലും ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കേപ്പബിലിറ്റീസിനെ ശക്തിപ്പെടുത്താനും ഓഫ്ലൈൻ സെയിൽസിനെ ശക്തിപ്പെടുത്താനുമാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. കൂടാതെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിലും മാറ്റം വരുത്തുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ബേസ്ഡ് തീമുള്ള ഒട്ടുമിക്ക കമ്പനികളും അണ്ടർ പെർഫോം ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് സെഷനായിരുന്നു ഇത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ പോലുള്ള കമ്പനികളുടെ റവന്യൂ ഗ്രോത്ത് ഏകദേശം സ്റ്റാഗ്നറ്റ് ആവുകയും പ്രോഫിറ്റിൽ ഡിപ്പ് വരികയും ചെയ്തു. FMCG സെക്ടറിലെ കൺസ്യൂമർ ഗുഡ്സ് ഗ്രോത്ത് 10.1% നിന്നും 2.8% ഇടിയുകയും ചെയ്തു. കൺസ്യൂമർ ബേസ്ഡ് തീമിലെ മറ്റു കമ്പനികളിലും ഇടിവ് പ്രകടമാണ്. മാരുതി സുസുക്കിയുടെ പ്രോഫിറ്റിൽ 17% ഇടിവ് വരികയും ഡൊമസ്റ്റിക് വോളിയത്തിൽ 4% ഇടിവ് വരികയും ചെയ്തു. മാമ എർത്ത് എന്ന കമ്പനി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒഴിവാക്കി കൺസ്യൂമേഴ്സിലേക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ഇതുവഴി കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ലഭിക്കും. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഹോൾഡിംഗ് ഡേയ്സ് 90 നിന്നും 40 ദിവസത്തിലേക്ക് ചുരുക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ഹൈലൈറ്റാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്കമിംഗ് ക്വാർട്ടറുകളിൽ കമ്പനിയുടെ പെർഫോമൻസ് ഗ്രാജുവലി റിക്കവർ ആകാൻ സാധ്യതയുണ്ടെന്ന് മാനേജ്മെൻറ്റ് പറയുകയും ചെയ്യുന്നു. 50% ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. 580 രൂപയിലെ സ്റ്റോക്ക് ഇപ്പോൾ 371 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. കൂടാതെ
വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയറിഷ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ് സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് ഏകദേശം ഡൗൺവേർഡ് ട്രെൻഡിലാണ്. ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുക്കുന്നവർ ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അതേസമയം സപ്പോർട്ട് പ്രൈസിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മുമ്പ് പൊസിഷൻ എടുത്തവർ ആവറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കറണ്ട് മാർക്കറ്റ് പ്രൈസിലും 300 രൂപയുടെ സപ്പോർട്ടിനടുത്തും മാമ എർത്ത് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്